മാർഗനിർദ്ദേശമില്ലാത്തിടത്ത് ഒരു രാഷ്ട്രം വീഴും. എന്നാൽ ഉപദേശകരുടെ സമൃദ്ധിയിൽ സുരക്ഷിതത്വമുണ്ട്. ഒരു ബൈബിൾ വാക്യമാണ് മൊസാദിൻ്റെ ആപ്തവാക്യം. ശത്രു ഏതു പാളയത്തിലൊളിച്ചാലും അവരെ തേടിപ്പിടിച്ച് വകവരുത്തും. ഹമാസ് രാഷ്ട്രീയ വിഭാഗം നേതാവ് ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകം അക്ഷരാർത്ഥത്തിൽ ഇറാനെ ഞെട്ടിച്ചിരുന്നു. പലസ്തീൻ വിമോചന സായുധ പ്രസ്ഥാനമായ ഹമാസിൻ്റെ നേതാവ് കൊല്ലപ്പെട്ടത് ഇറാനിൽ വെച്ച്, അതും ഇറാൻ പ്രസിഡന്റിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്ന് മണിക്കൂറുകൾക്കകം. ചരിത്രം നമുക്ക് പലതും പറഞ്ഞു തരും. രാജ്യത്തിന് പുറത്ത് ഇസ്രായേലിന് വേണ്ടി മൊസാദ് ചെയ്ത കൊലപാതക പരമ്പരകൾ ഇസ്രായേലിൻ്റെ കരുത്തു തന്നെയാണ് എന്ന രാജ്യം വിശ്വസിക്കുന്നു. ഇസ്രായേലിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി രാജ്യത്തിൻ്റെ ശത്രുക്കളെ അതിക്രൂരമായ ആക്രമണങ്ങൾ നടത്തി വധിച്ച ചരിത്രമാണ് മൊസാദിന് പറയാനുള്ളത്. കൊലപാതകങ്ങൾ, തട്ടിക്കൊണ്ടുപോകൽ, പീഡിപ്പിക്കൽ, ശത്രുവിനെ ഏതുവിധേനയും തളർത്തുക തന്നെയാണ് മൊസാദ് ലക്ഷ്യം വെക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങൾ പലതും മൊസാദ് അവഗണിക്കുന്നു. മറ്റ് രാജ്യങ്ങളുടെ നിയമങ്ങൾ കാറ്റിൽ പറത്തി മൊസാദ് തങ്ങളുടെ നീതി നടപ്പാക്കുന്നു. ദൈവത്തിൻ്റെ ക്രോധം എന്ന ക്യാമ്പയിൻ, ആ ക്യാമ്പയിൻ ആരംഭിക്കുന്നതിന് മുൻപായി ഓരോ ശത്രുക്കൾക്ക് മുൻപിലും ഒരു റീത്ത് സമർപ്പണം. ഞങ്ങൾ ക്ഷമിക്കില്ല, മറക്കില്ല, ഇതായിരുന്നു മൊസാദിൻ്റെ വാക്യം. മ്യൂണിച്ച് കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഓരോ തീവ്രവാദികളെയും തേടിയെത്തി അവരെ വകവരുത്തിയ ചരിത്രമാണ് മൊസാദിന് പറയാനുള്ളത്. അവർ കൊല്ലപ്പെടുന്നതിന് മുൻപ് അവരുടെ വീടിന് മുന്നിൽ ഒരു റീത്ത് പ്രത്യക്ഷപ്പെടും. ആ റീത്തിൽ എഴുതിയിരിക്കുന്ന വാചകമാണ് ഞങ്ങൾ മറക്കില്ല, ക്ഷമിക്കില്ല. ഏറ്റവും ക്രൂരമായ വേട്ടയ്ക്ക് മൊസാദ് ഇറങ്ങിയത് മ്യൂണിച്ച് തീവ്രവാദ ആക്രമണത്തിന് പിന്നാലെ. അന്ന് കൂട്ടക്കൊലയ്ക്കെതിരെ പ്രതികരിക്കാനും ഭാവിയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാനും ദൃഢനിശ്ചയമെടുത്തു മൊസാദ്. യൂറോപ്പ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന പലസ്തീൻ തീവ്രവാദികൾ ഒരു ദിവസം അവർക്ക് മുന്നിൽ ലെറ്റർ ബോംബുകളായിരുന്നു മറുപടിയായി മൊസാദിൻ്റെതായി എത്തിച്ചേർന്നത്. നിരവധി രാജ്യങ്ങളിലായി പടർന്നു കിടന്നിരുന്ന പലസ്തീൻ തീവ്രവാദികൾക്ക് ഒരു സുപ്രഭാതത്തിൽ ലഭിച്ച ലെറ്റർ തന്നെ ബോംബായി മാറിയ കഥ. ജീവിച്ചിരിക്കുന്ന തീവ്രവാദികളുടെ ചരമവാർത്തകൾ പ്രസിദ്ധീകരിക്കുക, വളരെ വിശദമായ വ്യക്തിഗത വിവരങ്ങൾ പുറത്തുവിടുക, എതിരാളിയുടെ മനോവീര്യം തകർത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് മിക്കവാറും മൊസാദ് അവതരിപ്പിച്ചിരുന്നത്. സ്ഥാപിതമായ സമയം തൊട്ട് 4 പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ് മൊസാദ് എന്ന സംഘടനയ്ക്കുള്ളത്. ജൂതരെ ദ്രോഹിക്കുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക, ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുന്ന സൈനിക ശക്തികളെ നിർവീര്യമാക്കുക, ഭീകരവാദം നടത്തുന്നവർക്ക് നേരെ അതേ നാണയത്തിൽ തിരിച്ചടി നൽകുക, ജൂത അഭയാർത്ഥികളെ ഇസ്രായേലിൻ്റെ മണ്ണിൽ പൂർണ്ണമായി എത്തിക്കുക. ഈ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മൊസാദ് പ്രവർത്തനം തുടങ്ങി ഇന്നും തങ്ങളുടെ പ്രവർത്തനം തുടരുന്നു. ലെബനനിലെ ഹിസ്ബുള്ള തീവ്രവാദികളുടെ കയ്യിലിരുന്ന പേജറുകൾ പൊട്ടിത്തെറിച്ചപ്പോൾ ലോകം നിശ്ചലമായി പോയതും അതുകൊണ്ട് തന്നെ. ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത യുദ്ധരീതികളും യുദ്ധമുറകളും തന്നെയാണ് എന്നും മൊസാദിനെ വേറിട്ട് നിർത്തിയിരുന്നത്. ഏറെ സോഫിസ്റ്റിക്കേറ്റഡായ ഒരു ചാരസംഘടനയായി മൊസാദ് അറിയപ്പെടുന്നു. തങ്ങളുടെ ടാർഗറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാലുടൻ അവർ ശത്രുവിനെ വകവരുത്താനുള്ള ഒരു പ്രോട്ടോകോൾ തയ്യാറാക്കും. ആ പ്രോട്ടോകോൾ വേറിട്ടതാണ്, ഒരു ശത്രുവിനും മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. 2018 നടന്ന ഒരു സെമിനാർ, ആ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അന്ന് ഇറാൻ കേന്ദ്രീകരിച്ച് നടക്കുന്ന ആണവ പദ്ധതിയെക്കുറിച്ചാണ് അദ്ദേഹം വിശദീകരിച്ചത്. അമാദ് എന്ന ഇറാനിയൻ ആറ്റം ബോംബ് പദ്ധതിയുടെ അമരക്കാരനെക്കുറിച്ച് അന്ന് ബെഞ്ചമിൻ നെതന്യാഹു പരാമർശിച്ചു. റിമെമ്പർ ദാറ്റ് നെയിം, ഇതായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വാക്കുകൾ. ആ വാക്കുകൾ പിന്നീട് ഏറ്റെടുത്തത് മൊസാദ് എന്ന ചാരസംഘടന. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ പിന്നീടൊരു കൊലപാതകം നടന്നു, ഒരു ഹൈ പ്രൊഫൈൽ കൊലപാതകം. കൊല്ലപ്പെട്ടത് ഇറാനിയൻ ഓപ്പൻഹീമർ എന്നറിയപ്പെടുന്ന ഒരു മുതിർന്ന ആണവശാസ്ത്രജ്ഞൻ. പ്രൊഫസർ മുഹ്സിൻ ഫക്രിസാദയുടെ കൊലപാതകം അക്ഷരാർത്ഥത്തിൽ ഇറാനെ തകർത്തെറിഞ്ഞു. ഒരു പ്ലാന്റ് അസാസിനേഷൻ തന്നെയായിരുന്നു ഇറാനിൽ നടന്നത്. എന്നാൽ എങ്ങനെയാണ് കൊലപാതകം നടത്തിയത് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഇറാന് യാതൊരുവിധ രൂപരേഖയുമില്ല. ആദ്യം പുറത്തുവന്ന റിപ്പോർട്ടുകളിൽ സ്നൈപ്പർമാരും ബോംബ് സ്ഫോടനവുമൊക്കെ നിറഞ്ഞു നിന്നു. പിന്നീട് ഉപഗ്രഹത്താൽ നിയന്ത്രിക്കപ്പെട്ട ഒരു യന്ത്രത്തോക്കാണ് ഇത്തരമൊരു കൊലപാതകം നടത്തിയത് എന്ന വിശദീകരണങ്ങൾ പുറത്തുവന്നു.
ബുള്ളറ്റ് പ്രൂഫ് കാറിൽ സഞ്ചരിച്ച പ്രൊഫസർ ഫക്രിസാദയെ കൊലയാളികൾ ക്ലിനിക്കൽ പ്രിസിഷനോടെ എങ്ങനെ കൊലപ്പെടുത്തി? ഇറാനിയൻ ആറ്റം ബോംബിന്റെ പിതാവിനെ ഛിന്ന ഭിന്നമാക്കിക്കൊണ്ടായിരുന്നു മൊസാദിന്റെ മറുപടി. 2021 ജനുവരിയിൽ ഖുദ്സ് ഫോഴ്സിന്റെ തലവനായ ജനറൽ ഖാസിം സുലൈമാനി ഒരു ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു. ഈ കൊലപാതകത്തിന് തൊട്ടുപിന്നാലെ മൊസാദാണ് ആക്രമണത്തിന് പിന്നിൽ എന്ന് ഇറാൻ പ്രഖ്യാപിക്കുന്നു. അജ്ഞാതമായ പോർവിമാനത്തിൽ നിന്ന് പുറപ്പെട്ട മിസൈലേറ്റാണ് ഖാസിം സുലൈമാനി കൊല്ലപ്പെട്ടത് എന്ന വിശദീകരണങ്ങൾ പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 1907 ഹേഗ് കൺവെൻഷൻ പ്രകാരം യുദ്ധത്തിനിടയിലല്ലാതെ ഒരു രാജ്യത്തിൻ്റെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെയും മറ്റൊരു രാജ്യം അതിൻ്റെ സൈനിക ചാര സംവിധാനങ്ങൾ ഉപയോഗിച്ച് വധിക്കാൻ പാടില്ല. അത് സായുധ സംഘർഷ നിയമത്തിൻ്റെ പരിധിയിൽ വരും. എന്നാൽ മൊസാദ് എന്ന ചാരസംഘടനയുടെ ഓരോ കൊലപാതകങ്ങൾക്ക് പിന്നിലുള്ള നിഗൂഢതയും ഇന്ന് ലോകം തിരയുന്നു. ലോകത്തിൻ്റെ ഏതു കോണിലും കടന്നു ചെന്ന് ഒരു പൂനുള്ളിയെടുക്കുന്ന ലാഘവത്തോടെ എതിരാളികളുടെ ജീവൻ അപഹരിക്കുന്ന മൊസാദിനെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ കഥയാണ് ലോകത്തിൽ ഇപ്പോൾ അത്ഭുതം വിരിയിക്കുന്നത്. തങ്ങളുടെ ശത്രുപക്ഷമായ ഹിസ്ബുള്ള തീവ്രവാദികളുടെ കയ്യിലിരിക്കുന്ന പേജറുകൾ ബോംബുകളാക്കി മാറ്റിയ ആ ചാണക്യതന്ത്രം, ലോകം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത യുദ്ധതന്ത്രം. ലോകത്തിലെ ഒരേ ഒരു ജൂതരാഷ്ട്രമാണ് ഇസ്രായേൽ. 1948 ഇസ്രായേൽ രൂപീകൃതമായി എന്ന പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ ജൂതർ തങ്ങളുടെ ചുറ്റുപാടുമുള്ള ശത്രുക്കളെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കി. 1947 പലസ്തീനെ വിഭജിക്കാം എന്ന UN പാർട്ടീഷൻ പ്ലാൻ വന്നതിനെ തുടർന്നുള്ള മാസങ്ങളിൽ തന്നെ 4 ജൂത യുവാക്കൾ ജെറുസലേമിന് ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളിലേക്ക് ഇന്റലിജൻസ് മിഷനുമായി കടന്നു ചെന്നു. ജൂതന്മാരെയും അറബികളെയും ഒന്നും വേഷവിധാനങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നിടത്തായിരുന്നു ജൂത വിജയം. 1948 മെയ് 14 ഇസ്രായേൽ രാജ്യം രൂപീകൃതമായി 24 മണിക്കൂറിനകം പാലസ്തീനുമായി യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. പാലസ്തീനോട് 6 മാസം യുദ്ധം ചെയ്താണ് ഇസ്രായേൽ തങ്ങൾ പുതുതായി രൂപീകരിച്ച രാജ്യത്തിൻ്റെ നിയന്ത്രണം പോലും ഏറ്റെടുത്തത്. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് യഹൂദർ വേട്ടയാടപ്പെട്ടപ്പോൾ അവരിൽ പലരും ലോകത്തിൻ്റെ പല ഭാഗത്തേക്കായി ചിതറിപ്പോയി. തങ്ങളെ അഭയാർത്ഥികളാക്കിയ രാജ്യത്തിനു വേണ്ടി അവർ ചാരപ്രവർത്തനങ്ങളിൽ പോലും ഏർപ്പെട്ടു. ആ രാജ്യത്തിൻ്റെ തന്ത്രപ്രധാന അധികാരസ്ഥാനങ്ങളിൽ അവർ കടന്നുകയറി. 1947 ലോകം ഈസ്റ്റേൺ ബ്ലോക്ക് എന്നും വെസ്റ്റേൺ ബ്ലോക്ക് എന്നും രണ്ടായി വിഭജിക്കപ്പെട്ട കാലം. അന്ന് വെസ്റ്റേൺ ബ്ലോക്കിന് വേണ്ടി ചാരപ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടായിരുന്നു ഇസ്രായേൽ തങ്ങളുടെ കരുത്ത് തെളിയിച്ചത്. പിന്നീട് അമേരിക്ക എന്ന സുഹൃത്ത് രാജ്യം എന്നും ഇസ്രായേലിനെ കരുത്തുറ്റതാക്കി നിർത്തിയത് തങ്ങളുടെ ചാരപ്രവൃത്തിയുടെ കരുത്ത് തന്നെ. 60കളുടെ തുടക്കത്തിൽ ഈജിപ്തിലും സിറിയയിലുമൊക്കെ തങ്ങളുടെ കീ ഓപ്പറേറ്റീവ്സിനെ പ്രതിഷ്ഠിക്കാൻ കൃത്യമായി മൊസാദിന് കഴിഞ്ഞു. ലോകപ്രസിദ്ധരായ പല ചാരന്മാരും അങ്ങനെ ഇസ്രായേലിൽ ജനിച്ചു. 1961 മുതൽ 65 വരെ അവർ സിറിയയിൽ, ഈജിപ്തിൽ, ജോർദാനിൽ നിന്നുമൊക്കെ വിലപ്പെട്ട പല രഹസ്യ വിവരങ്ങളും രാജ്യത്തിന് കൈമാറിക്കൊണ്ടിരുന്നു. ഇക്കൂട്ടത്തിൽ ഇസ്രായേലിൻ്റെ കരുത്തനായ എലി കോഹൻ പിടിക്കപ്പെട്ട് തൂക്കിലേറ്റപ്പെട്ടുവെങ്കിലും അയാൾ വഴി കിട്ടിയ നിർണായകമായ ഇന്റലിജൻസ് വിവരങ്ങൾ പിന്നീട് യുദ്ധമുഖത്ത് ഇസ്രായേലിന് വലിയ കരുത്തായി മാറി. ഇസ്രായേലും അയൽ രാജ്യങ്ങളായ ജോർദാൻ, സിറിയ, ഈജിപ്റ്റ് എന്നിവയും തമ്മിൽ നടന്ന 1967 അതിനിർണായകമായ 6 ഡേ വാർ. 1967 ജൂൺ 5 രാവിലെയായിരുന്നു യുദ്ധം തുടങ്ങിയത്. മൊസാദ് നേരത്തെ തന്നെ തങ്ങൾക്ക് വേണ്ട രഹസ്യ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്ന് രാവിലെ ഇസ്രായേലി വ്യോമസേന ഈജിപ്തിനെതിരെ നടത്തിയ എയർ സ്ട്രൈക്ക് ആ യുദ്ധഗതി തന്നെ മാറ്റിയെഴുതി. നിർണായക വിവരങ്ങളായിരുന്നു അന്ന് ഇസ്രായേലിന് മുന്നിലുള്ളത്. തങ്ങൾക്ക് ചുറ്റുമുള്ള ശത്രുരാജ്യങ്ങൾ ഒരുമിച്ച് നിമിഷനേരം കൊണ്ട് ഇസ്രായേലിനെ കീഴടക്കും എന്ന പ്രതീതിയായിരുന്നു അന്ന് ലോകത്തിന്. മണിക്കൂറുകൾക്കുള്ളിൽ ഇസ്രായേൽ എന്ന രാജ്യം ചാരമാകുമെന്നും ആളുകൾ കൊല്ലപ്പെടുമെന്നും ലോകം വിശ്വസിച്ചു. ഏറെ നിർണായകമായ മണിക്കൂറുകൾക്കൊടുവിൽ ഇസ്രായേൽ നടത്തിയത് അഭൂതപൂർവമായ മുന്നേറ്റം. ആക്രമണം തുടങ്ങി വെറും 3 മണിക്കൂർ സമയം കൊണ്ട് ഇസ്രായേൽ അത് ഈജിപ്തിനാകെ ഉണ്ടായിരുന്ന 340 പോർ വിമാനങ്ങളിൽ 300 എണ്ണവും ബോംബിട്ട് തകർത്തെറിഞ്ഞു. തിരിച്ചൊരു വ്യോമാക്രമണത്തിനുള്ള ശേഷി പോലും ഈജിപ്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടു. ഈജിപ്തിൻ്റെ സകല സൈനിക സംവിധാനങ്ങളെയും ഇസ്രായേലി പോർ വിമാനങ്ങൾ ഒന്നൊന്നായി ബോംബിട്ട് നശിപ്പിച്ചു. 100,000-ഓളം വരുന്ന ഈജിപ്ഷ്യൻ സൈന്യത്തെ വെറും 4 ദിവസം കൊണ്ട് ഇസ്രായേൽ നിലം പരിശാക്കി.
സിറിയൻ സൈന്യത്തെയും അതേ വേഗത്തിൽ ഇസ്രായേൽ തറപറ്റിച്ചു. 5-ാം ദിവസം അവർ ഗോലാൻ കുന്നുകൾക്കുമേൽ തങ്ങളുടെ ആധിപത്യം സ്ഥാപിച്ചു. 6 ഡേ വാറിലെ ഇസ്രായേലിന്റെ വിജയത്തിന്റെ പ്രധാന കാരണം മൊസാദ് സൈന്യത്തിന് നൽകിയ വിലപ്പെട്ട വിവരങ്ങൾ തന്നെ. രാവിലെ 7:30-നും 8-നുമിടയിൽ ഈജിപ്ഷ്യൻ റഡാർ ഓപ്പറേറ്റർമാർ അവരുടെ ഷിഫ്റ്റിന്റെ അവസാനത്തോടടുക്കും എന്ന മൊസാദിന്റെ നിർണായക വിവരം. ആ സമയത്ത് പൊതുവെ അവർ ക്ഷീണിതരായിരിക്കും. എയർ ക്രൂ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയമാണിത്. വിമാനങ്ങൾ മെയിൻ്റെനൻസ് എഞ്ചിനീയർമാരുടെ ഇൻസ്പെക്ഷൻ കാത്ത് ഹാങ്ങറുകളിൽ വിശ്രമിക്കുകയാവും. കൃത്യമായി ആ സമയം തന്നെ അങ്ങനെ ഇസ്രായേൽ തങ്ങളുടെ ആക്രമണത്തിന് തെരഞ്ഞെടുക്കുന്നു. ഇതേ സമയം മിക്കവാറും സൈനിക ജനറൽമാരും കെയ്റോയിലെ ട്രാഫിക്കിൽ കുടുങ്ങിക്കിടക്കുന്ന നേരമാണ്. ഒരു രാജ്യത്തെ ആക്രമിക്കണമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലും നല്ലൊരു ടൈം തങ്ങൾക്ക് കിട്ടാനില്ല എന്ന് മൊസാദ് ഇസ്രായേലി സൈന്യത്തിന് നൽകിയ വിവരത്തിൽ പറയുന്നു. മൊസാദ് നടത്തിയ സുപ്രധാനവും ക്രൂരവുമായ രഹസ്യ കൊലപാതകങ്ങളിലൊന്നാണ് പലസ്തീൻ കമാൻഡർ വാദി ഹദ്ദാദിന്റെ വധം. അത് അക്ഷരാർത്ഥത്തിൽ നമ്മെ നടുക്കിക്കളയും. പലസ്തീൻ വിമോചനത്തിന് വേണ്ടി പോരാടുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ തലവനായ വാദി ഹദ്ദദിനെ മൊസാദ് കൊലപ്പെടുത്തുന്നത് 1978-ൽ. 1976-ൽ എയർ ഫ്രാൻസ് വിമാനം ടെൽ അവീവിൽ നിന്ന് റാഞ്ചിയെടുത്ത് പാരീസിലേക്കും അവിടെ നിന്ന് ലിബിയയിലേക്കും പിന്നീട് ഉഗാണ്ടയിലേക്കും കൊണ്ടുപോയതടക്കമുള്ള നിരവധി ആക്രമണങ്ങളുടെ സൂത്രധാരനായിരുന്നു വാദി. എൻഡബെ റാഞ്ചൽ എന്നറിയപ്പെടുന്ന ഈ വിമാന റാഞ്ചലിനോട് ലഫ്റ്റനന്റ് കേണൽ യോനാഥൻ നെതന്യാഹു നയിച്ച ഓപ്പറേഷൻ തണ്ടർ ബോൾട്ടിലൂടെ ഇസ്രായേൽ പ്രതികരിച്ചു. ദൗത്യം വിജയിച്ചുവെങ്കിലും യോനാഥൻ ഏറ്റുമുട്ടലിനിടെ കൊല്ലപ്പെട്ടു. നിലവിലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സഹോദരനായിരുന്നു യോനാഥൻ. എൻഡബെ റാഞ്ചലിന് പ്രതികാരം ചെയ്യാൻ ഇസ്രായേൽ നിശ്ചയിച്ചുറപ്പിച്ചു. ഹൈജാക്കിങ്ങിന്റെ മുഖ്യ സൂത്രധാരനായ വാദി ഹദ്ദാദിനെ മൊസാദ് ലക്ഷ്യം വെച്ചു. വലിയൊരു തിരിച്ചടി നൽകിയാൽ അത് ലോകതലത്തിൽ വലിയ ചർച്ചയാകും എന്ന് ഇസ്രായേൽ കണക്കുകൂട്ടി. അതുകൊണ്ട് തന്നെ വലിയ ബഹളങ്ങൾ സൃഷ്ടിക്കാൻ അവർ താൽപ്പര്യപ്പെട്ടില്ല. എന്നാൽ ശാന്തവും നിശബ്ദവുമായ ഒരു രീതിയിലൂടെ വാദിയെ വധിക്കാനുള്ള തീരുമാനമെടുത്തു മൊസാദ്. ഈ രഹസ്യ ദൗത്യത്തിന്റെ ചുമതല ഏജന്റ് സാഡ്നസ് എന്നയാൾക്കായിരുന്നു. ഹദ്ദാദിന്റെ വീട്ടിലും ഓഫീസിലുമൊക്കെ ഈ ഏജന്റ് കടന്നുകയറി. ഹദ്ദാദിന്റെ വീട്ടിലും ഓഫീസിലുമൊക്കെ പ്രവേശന അനുമതിയുള്ള വ്യക്തിയായി മാറി ഈ ഏജന്റ്. 1978 ജനുവരി 10 ഏജന്റ് സാഡ്നസ് ഹദ്ദാദ് പതിവായി ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് മാറ്റി വിഷം കലർന്ന പേസ്റ്റ് അവിടെ വെച്ചു. ഇസ്രായേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബയോളജിക്കൽ റിസർച്ചിൽ വികസിപ്പിച്ചെടുത്ത വിഷവസ്തുവായിരുന്നു ആ പേസ്റ്റിൽ അടങ്ങിയിരുന്നത്. ഹദ്ദാദിന്റെ ശരീരത്തിലടങ്ങിയ വിഷാംശം ക്രമേണ മാരകമായ അളവിൽ അദ്ദേഹത്തിന്റെ ദേഹമാകെ പടർന്നു. ജനുവരി പകുതിയോടെ വാദി ഹദ്ദാദ് ബാഗ്ദാദിൽ ഗുരുതരമായ രോഗബാധിതനായി വയറുവേദന, വിശപ്പില്ലായ്മ, വേഗത്തിൽ ഭാരം കുറയൽ തുടങ്ങിയ ഗുരുതര ലക്ഷണങ്ങൾ. ഇറാഖിലെ ഉന്നത ഡോക്ടർമാരുടെ പ്രത്യേക സംഘം അദ്ദേഹത്തെ പരിശോധിച്ചു. എന്നാൽ യാതൊരു വിധത്തിലും രോഗമെന്ത് എന്ന് തിരിച്ചറിയാൻ ഡോക്ടർ സംഘത്തിന് കഴിഞ്ഞില്ല. പലവിധ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചുവെങ്കിലും ഫലപ്രാപ്തി ഉണ്ടായില്ല. ഒടുവിൽ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ നേതാവ് യാസർ അറാഫത്ത് കിഴക്കൻ ജർമ്മൻ രഹസ്യാന്വേഷണ വിഭാഗമായ സ്റ്റാസിയുടെ സഹായം പോലും തേടി. സ്റ്റാസി വിമാനമാർഗം വാദി ഹദ്ദാദിനെ കിഴക്കൻ ബെർലിനിലേക്ക് കൊണ്ടുപോയി. അഹമ്മദ് ഡൗട്രി എന്ന പേരിൽ ഒരു രഹസ്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡോക്ടർമാർ അദ്ദേഹത്തെ വിദഗ്ധമായി പരിശോധിച്ചു. അസുഖത്തിന്റെ കാരണം കണ്ടെത്താൻ അവർക്കും കഴിഞ്ഞില്ല. വാദി ഹദ്ദാദിയുടെ ആരോഗ്യം അനുദിനം മോശമായിക്കൊണ്ടിരുന്നു. ഗുരുതരമായ രക്തസ്രാവം, പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറഞ്ഞു. ഒടുവിൽ അദ്ദേഹത്തെ 10 ദിവസത്തോളം മയക്കിക്കിടത്തുന്നു. 1978 മാർച്ച് 29 വാദി ഹദ്ദാദ് മരിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലും എന്താണ് മരണകാരണമെന്ന് കണ്ടെത്താൻ ഡോക്ടർ സംഘത്തിന് കഴിഞ്ഞില്ല. ഏകദേശം 3 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് വാദി ഹദ്ദാദിന്റെ മരണത്തിന്റെ രഹസ്യം ലോകം തിരിച്ചറിയുന്നത്. ഇറാനിൽ വെച്ച് സമാനമായ പല കൊലപാതകങ്ങളും മൊസാദ് നടത്തിയിട്ടുണ്ട്. ഇറാന്റെ ഖുദ്സ് സേനാ തലവൻ ഖാസിം സുലൈമാനിയുടെ കൊലപാതകമായിരുന്നു ഇറാനെ ഏറെ തളർത്തിയത്. അമേരിക്ക, അർജന്റീന, ഉറുഗ്വ, ഇറാൻ, മധ്യേഷ്യ, ഇറാഖ്, ജോർദാൻ, പലസ്തീൻ, സിറിയ, മലേഷ്യ, വിവിധ ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ പടർന്നു കിടക്കുന്നു മൊസാദ് ഓപ്പറേഷനുകൾ. തങ്ങളുടെ രഹസ്യ ഓപ്പറേഷനുകളിൽ നിരവധി എതിരാളികളെയാണ് മൊസാദ് കൊന്നെറിഞ്ഞത്. ഇസ്രായേൽ ഇറാൻ ബന്ധത്തിന്റെ വിള്ളലുകൾക്ക് മുഖ്യ കാരണം റോൺ അദാദിന്റെ തിരോധാനമാണ്.
1986 ഒക്ടോബറിൽ ലെബനന് മുകളിലൂടെ സൈനിക വിമാനം പറപ്പിക്കുകയായിരുന്നു ഇസ്രായേൽ വ്യോമസേനാ ഉദ്യോഗസ്ഥനും പൈലറ്റുമായ അറാദ്. ഒരു ബോംബ് ഡ്രോപ്പ് ചെയ്തതിനെ തുടർന്നുണ്ടായ അപകടം മൂലം അറാദിന്റെ വിമാനം തകർന്നു വീണു. അറാദിന്റെ ജീവൻ രക്ഷപ്പെട്ടുവെങ്കിലും ലെബനീസ് ഷിയ സംഘടനയായ അമാലിന്റെ പിടിയിലായി. ഇസ്രായേലിന്റെ തടവിൽ കഴിയുന്ന 200 ലെബനീസ് 450 പലസ്തീൻ തടവുപുള്ളികൾക്ക് പകരം അറാദിനെ കൈമാറാം എന്ന് അമാൽ ഉടമ്പടി മുന്നോട്ട് വെച്ചു. എന്നാൽ ഇസ്രായേൽ അതിന് സന്നദ്ധമായിരുന്നില്ല. തുടർന്ന് അറാദിനെ ഇറാന് കൈമാറുന്നു. എന്നാൽ 1988 മുതൽ അറാദിനെക്കുറിച്ച് യാതൊരു വിവരങ്ങളുമില്ല. അറാദിന് എന്ത് സംഭവിച്ചുവെന്നറിയാനായി നിരവധി ദൗത്യങ്ങൾ മൊസാദും ഇസ്രായേൽ സേനയുമൊക്കെ സംയുക്തമായി നടത്തി. ഒടുവിൽ 1988 അറാദ് കൊല്ലപ്പെട്ടു എന്ന യാഥാർത്ഥ്യം ഇസ്രായേൽ മനസ്സിലാക്കി. അന്ന് ഇസ്രായേൽ ഇറാനോട് പറഞ്ഞ അതേ വാക്യം, ഞങ്ങൾ മറക്കില്ല, ക്ഷമിക്കില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.